ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗൈസ്. നമ്മളിന്ന് നമ്മുടെ നാലാമത്തെ ആണോ എപ്പിസോഡ് എന്നറിയത്തില്ല, എത്രാമത്തെ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ആണെന്ന് തോന്നുന്നു നമ്മുടെ സർവൈവൽ സീരീസ്. ഇന്ന് നമ്മൾ അടുത്ത എപ്പിസോഡിന് വേണ്ടിയുള്ള അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഒരു വില്ലേജർ ബ്രീഡർ സെറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള റിസോഴ്സസൊക്കെ ഇന്ന് നമ്മൾ സെറ്റാക്കി വെക്കും. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്ലാസ്, പിന്നെ വൂളിന് വേണ്ടി നമ്മളൊരു ചെറിയൊരു ഈ ബ്രീഡർ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കും. ബ്രീഡറല്ല, നമ്മളൊരു ഷീപ്പിനെയും കൊണ്ടുള്ളൊരു ഫാം പോലത്തെ സെറ്റ് ചെയ്യും നമുക്ക്. കാരണം വൂളുണ്ടെങ്കിൽ ബെഡോട്ടാക്കാൻ പറ്റും. പിന്നെ കുറച്ച് കൗവിനെ കൂടെ നമ്മൾ പിടിച്ചിട്ട് ഫാം ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മൾ കുറച്ച് ഫാമിംഗ് ആയിട്ട് ചെയ്യും. അതായത് കുറച്ച് വീറ്റും നമ്മുടെ കുറച്ച് പൊട്ടറ്റോയും വീറ്റും ഇരിപ്പുണ്ട്. അത് നമുക്കൊന്ന് നട്ട് വെക്കണം. പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് ഉണ്ടായാൽ നമുക്കത് ഫ്രൈ ചെയ്ത് തിന്നാൻ നമുക്ക് നല്ലൊരു ഫുഡ് സോഴ്സായിട്ട് അത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അടുത്ത എപ്പിസോഡിൽ നമ്മളൊരു വില്ലേജ് ഓപ്പറേറ്ററാണ്. പിന്നെ നമുക്ക് നമ്മുടെ വില്ലേജിൽ നിന്ന് 2 വില്ലേജസിനെ തട്ടിക്കൊണ്ട് വരണം. അത്രയൊക്കെ ഉള്ളൂന്ന്. പിന്നെ പറ്റുമെങ്കിൽ നമ്മുടെ വീടിൻ്റെ താഴത്തെ നിലയൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ താഴത്തെ നില എന്ന് പറയുമ്പോൾ താഴത്തെ നിലയല്ല, നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത് ചെസ്റ്റ് റൂം സെറ്റ് ചെയ്യുന്നത്. ബെഡ്റൂം നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ മേളോട്ടൊരു ഇതുപോലെ തുടങ്ങും, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഈ ഇപ്പുറത്തെ മുറി വല്ലതും കയറി കിടക്കേണ്ടി വരും. നമുക്ക് ഫെൻസൊക്കെ വെച്ച് നമുക്കങ്ങനെ സ്റ്റാർട്ട് ചെയ്തേക്കാം. നമുക്ക് ഇവിടെ ഒരു 2 എണ്ണം ടെക്നിക്സ്, അതാകുമ്പോൾ വല്ലതും കയറി പോകുന്നെങ്കിൽ പോട്ട് കേസ്. നമുക്ക് പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മൾ കുറച്ച് ഗ്ലാസ് നമ്മൾ ഉരുക്കി വെക്കാൻ വെച്ചായിരുന്നു. ഗ്ലാസ്സൊക്കെ നമ്മൾക്ക് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ബക്കറ്റ് ഉണ്ടാക്കാം. കുറച്ചല്ല, ഒരു ബക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഫാം ചെയ്യണം. അപ്പോൾ അതിനൊക്കെ കുറച്ച് ഷീപ്പ് നിൽപ്പുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അയ്യോ, ഇപ്പം ചത്തിനെ. നമുക്ക് ഒരു ബക്കറ്റ് വെള്ളം. എൻ്റെ വെൽഡി മാത്രമാണ് പെട്ടെന്ന് രാത്രിയാവുന്നേ. ഇത് പെട്ടെന്ന് അങ്ങ് രാത്രിയാവുന്ന പോലെ തോന്നുന്നു. എന്തായാലും പോട്ടെ. നമുക്ക് ഇങ്ങോട്ടൊരു ഫാമിംഗ് ഏരിയ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങോട്ട് നമുക്കൊരു ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ വൈകാതെ തന്നെ നമ്മൾ 1 ബ്ലോക്ക് സീരീസ് നമ്മൾ തുടങ്ങുന്നതായിരിക്കും. 1 ബ്ലോക്ക് സീരീസ് എനിക്കൊന്നു അടുത്തത് നമ്മളൊരു 1 ബ്ലോക്ക് സീരീസ് ആവാൻ സാധ്യത കുറവാണ്. ചിലപ്പോൾ നമ്മൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യത്തില്ല. നിങ്ങൾ എന്തോ വേണമെന്ന് കമൻറ്റ് ചെയ്താലേ നമുക്ക് വേണോ വേണ്ടായോ എന്ന് അറിയത്തുള്ളൂ. ഈ ബെഡ്റോക്ക് ആവേണ്ട സർവൈവൽ സീരീസ് ആവേണ്ടെങ്കിൽ സർവൈവലിന് കമൻറ്റ് ചെയ്യുക. 1 ബ്ലോക്ക് ആണെങ്കിൽ 1 എന്ന് നമ്മൾ കമൻറ്റ് ചെയ്യുക. നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ഇതാണ് നമ്മളത് ചെയ്യുന്നതായിരിക്കും. നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. നമുക്ക് വെള്ളം എങ്ങനെയൊക്കെ ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ആക്കി എടുക്കണം. ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് നമ്മളങ്ങനെ ആയില്ലേ അതെങ്ങനെ ശരിക്കും? അപ്പോൾ നമുക്ക് റിയൽ ലൈഫിൽ 3 ബക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് അതുകൊണ്ടൊരു മിനറൽ വാട്ടർ കമ്പനിയൊക്കെ തുടങ്ങി നമുക്ക് കോടീശ്വരനാവാം. ആദ്യം തന്നെ ഒരു ബക്കറ്റ് കൊടുക്കുക, ഒരു 2 ബക്കറ്റും 2 ബക്കറ്റ് കുറച്ച് വെള്ളവും നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് അംബാനിയേക്കാൾ പണക്കാരനാകാം. നമ്മൾ മിനറൽ വാട്ടർ നമ്മൾ വിറ്റ് നമ്മൾ സെറ്റാക്കും. നമുക്ക് ഇവിടുത്തെ കുറച്ച് ഡേർട്ടൊക്കെ മാറ്റിയേക്കാം.
ടോർച്ച് പൊട്ടിച്ചേക്കാം. അയ്യോ ഇന്ന് ഞങ്ങൾക്ക് സ്കൂളിൽ ഞാൻ പോയില്ല കാരണം കലോത്സവത്തിൻ്റെ ഇപ്പോൾ ടീച്ചേഴ്സുമാരൊക്കെ അവിടെ പോയി അപ്പം ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന സ്കൂളിൽ പോയില്ല, ഇന്നലെ പോയില്ലായിരുന്നു. മാത്രമല്ല ഇവിടെ ഭയങ്കര മഴയൊക്കെയാണ്. നിങ്ങളിവിടെ മഴയൊക്കെ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. ഇതെന്തോ നമുക്ക് 4 ബ്ലോക്ക് എങ്ങാണ്ട് വെള്ളം 4 ബ്ലോക്കിലോട്ട് എങ്ങാണ്ട് വെള്ളം പോകത്തില്ലേ. എൻ്റെ അറിവ് അനുസരിച്ച് അങ്ങനെയാണ് 4 ബ്ലോക്കിലോട്ട് വരെ വെള്ളം പോകുമെന്നാണ് എൻ്റെ ഒരു അറിവ്. എൻ്റെ ഒരു അറിവ് വെച്ച് 4 ബ്ലോക്ക് വരെ പോകും. 4 ബ്ലോക്ക് വരെ സുഖമായിട്ട് പോകും. എന്തുവാ കേസ് അവിടെ തേനീച്ചക്കൂട് വളർന്നു കേസ്. നമ്മൾ നട്ട മരത്തിൽ സാപ്ലിങ് തേനീച്ചക്കൂടായിട്ട് പോയി. അതെന്തായാലും നമുക്ക് യൂസ്ഫുള്ളാവും. വരുന്ന എപ്പിസോഡിൽ നമുക്ക് യൂസ്ഫുള്ളാവാതിരിക്കില്ല. വെറുതെ കിട്ടുന്നില്ല കേസ് ഹണിയാക്കി. ഫ്ലിപ്സിന് വില്ലേജറിന് ട്രേഡൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുമോ ഹണി മറ്റേ ബോട്ടിൽ? എനിക്കൊന്ന് ഹണി ബോട്ടിൽ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഹണി കോംബോ വെച്ച് നമുക്ക് ഹണി ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് മറ്റേ ഹണി ബ്ലോക്ക് കൊണ്ട് നമുക്ക് എലിവേറ്ററൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതല്ലേ പറ്റത്തുള്ളൂ, എനിക്കറിയത്തില്ല ഗൈസ്. നമുക്ക് 6 പൊട്ടറ്റോ നമ്മുടെ കയ്യിലുണ്ട്. 6 പൊട്ടറ്റോ നമുക്ക് ഇവിടെ തട്ട് വെക്കാം. 18 ബീറ്റും ഉണ്ട് ഗൈസ്, 18 സീഡും ഉണ്ട്, ബീറ്റ് സീഡ് ഗൈസ്. എനിക്ക് വന്നാലും അറിയാൻ പറ്റാത്ത ഈ ഗ്രാസ് പൊട്ടിച്ചാൽ എങ്ങനെയാണ് ഗൈസ് നമുക്ക് ഈ ബീറ്റിൻ്റെ സീഡ് കിട്ടുന്നേ ഗൈസ്? അപ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങനെ റിയൽ ലൈഫിൽ നമ്മുടെ ഇങ്ങനത്തെ ചെടിയല്ലേ ഇങ്ങനെ മറ്റേ ഒരു കാടായിട്ട് അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ അതിൽ നിന്നാണോ ശരിക്കും അരിയൊക്കെ ഉണ്ടാകുന്നത്? എനിക്കറിയത്തില്ല. യെസ്, ഒരു മറ്റേ ഇത് പന്നിക്കുട്ടനും മറ്റേ ഒരു ഷീപ്പും കേട്ടിട്ടുണ്ട് യെസ്. നമുക്ക് കുറച്ച് പശുവുമ്പയെ പിടിക്കാൻ പോകാം. പശുവുമ്പയും നമ്മുടെ മറ്റേ എൻ്റെ പേര് ഷീപ്പ് അതുകൊണ്ട് ഒരു പശുവുമ്പ നിൽക്കുന്നു. പശുവുമ്പാവ ലാഗായി. ഈ പശുവുമ്പ ഓടി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഫോണൊക്കെ ലാഗായി, പഠിച്ചു പോയി ഇങ്ങനെയെല്ലാം. FPS കുറവാണ് കേസ്. ഇത്ര FPS കിട്ടുന്നുണ്ട് 34 കേസ്, വല്ലപ്പോഴും 34 കിട്ടത്തുള്ളൂ കേസ്. ഇതിൻ്റെ FPS കൂടാൻ എന്തോ നമ്മൾ ചെയ്യണം കേസ്. പശുവുമ്പ ഇപ്പുറത്ത് പോവാ, പശുവുമ്പ വാ യെസ്, പശുവുമ്പ വാ യെസ്. നമ്മൾ ഇതിൻ്റെ പേരൊന്നും ഇടത്തില്ല യെസ്. ഇത് വളർന്നിട്ട് നമുക്ക് തല്ലിക്കൊല്ലാനുള്ള ഇതിനെ യെസ്. നമ്മൾ ക്രൂരനായി യെസ്. കയറ് കയറാത്ത എന്താ? അയ്യോ, പശുവുമ്പയുടെ ഒരു കാര്യം. പശുവുമ്പ കയറ്. പശുവുമ്പ കയറി യെസ്. എല്ലാവരും കൈയടിക്കും. പശുവുമ്പ കയറി. അടുത്ത പശുവുമ്പ വന്നു. അടുത്ത പശുവുമ്പയും വന്നു യെസ്. അടുത്ത പശുവുമ്പ വന്നല്ലോ. നമുക്ക് 2 പശുവുമ്പയുണ്ട് യെസ്. ഇനി നമുക്ക് പിള്ളേരെ ഉണ്ടാക്കാൻ പറ്റും പശുവുമ്പയുടെ. പശുവുമ്പ കയറ്. ഇതുങ്ങൾക്ക് പിള്ളേരുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ കൊന്നിട്ട് അതിൻ്റെ ലെതർ എടുത്ത് നമുക്ക് ബുക്ക് ഷെൽഫൊക്കെ ഉണ്ടാക്കാൻ. യെസ്, പശുവുമ്പ കയറി. അയ്യോ യെസ്, അവിടുത്തെ ഡോർ ഓപ്പൺ അതൊരു യെസ് പോകത്തില്ലായിരിക്കും യെസ്. പശുവുമ്പയുടെ കുഞ്ഞിപ്പോരും യെസ്. കുഞ്ഞു പശുവുമ്പ. അപ്പോഴത്തേക്ക് നമുക്ക് അപ്പുറത്തൂടെ പോയി കഥ അങ്ങ് അടച്ചിടാം. യെസ്, കഥ അടച്ചു. യെസ്, ഈ പശുവുമ്പ എങ്ങനെ ഇവിടെ വന്നു? കയറിങ്ങോട്ട്. നമുക്ക് ആ പശുവുമ്പകളെ ഇങ്ങോട്ട് പോവാം യെസ്. അല്ലെങ്കിൽ നമുക്ക് അതിനെ ചെറുത് കയറി യെസ്. ഇനി നമുക്ക് മറ്റേനെ തട്ടാം. ഇങ്ങോട്ട് പെട്ടെന്ന് കയറുന്നു യെസ്. നമുക്ക് ഈ കുഞ്ഞു പശുവുമ്പ അങ്ങ് വലുതാക്കി വെക്കാം. ഞാൻ പോയി ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് യെസ്.
ഗൈസ് അപ്പോൾ ഞാൻ പോയി വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നത്. നമുക്കിനി വലിയ പശുവും കൊല്ലാം ഗൈസ്. സാണ്ട് തേനീച്ചയൊക്കെ എൻ്റെ മണ്ടയ്ക്ക് ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ വീടിന് ഗ്ലാസ് വെച്ചേക്കാം. അല്ലെങ്കിൽ നമ്മൾ തേനീച്ചയും പശുവുമ്പയൊക്കെ നമ്മുടെ വീട്ടിൽ കയറി പറ്റുന്നവരെയാണ് ഗൈസ്. എനിക്കത് ഇഷ്ടമല്ല. പശുവുമ്പയ്ക്ക് നമ്മളൊരു വീട് ഓൾറെഡി പണി കൊടുത്തു. പശുവുമ്പയ്ക്ക് പിന്നെ എന്താ അവിടെ കിടന്നുകൂടാ? ഇതാണ് എൻ്റെ ചോദ്യം ഗൈസ്. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് കുറച്ച് ഗ്രൈൻഡ് ചെയ്യാണ്ട് ഗൈസ് എനിക്കിതിൽ. ചിലപ്പം നമ്മൾ അത് ചിലപ്പോൾ നമ്മൾ അണ്ടർഗ്രൗണ്ട് ബേസ് കംപ്ലീറ്റ് ചെയ്യും ഗൈസ്. ഓഫ് ലൈനിൽ ഇരുന്ന് അണ്ടർഗ്രൗണ്ട് ബേസ് അല്ല, ജസ്റ്റ് റൂമേഴ്സ്. ചിലപ്പം എപ്പോഴും പറയും ചിലപ്പം, വളരെ ചെറിയ സാധ്യതയുള്ളൂ. നല്ല സാധ്യത ഇച്ചിരി കൂടുതല. ചിലപ്പോൾ നമ്മൾ ചെയ്യും, ചെയ്യാതെ ഇരിക്കാം. ക്ലാസ് എല്ലാം വെച്ച് കഴിഞ്ഞു. പിന്നെന്തുവാ പറയാനുള്ളത്? കുറച്ച് ചെസ്റ്റ് റൂമിനുള്ള ചെസ്റ്റ് നമുക്കല്ലാതെ ഇവിടെ തന്നെ ഒന്ന് വെച്ച് നോക്കിയാലോ ഗൈസ്. നിങ്ങളെന്തോ പറയുന്നു? നമുക്ക് ഇവിടെ തന്നെ വെച്ച് നോക്കിയാലോ? നമുക്ക് ആ ഫർണസൊക്കെ ഇരിക്കുന്ന സ്ഥലമില്ലേ? ഇല്ലേ? നിങ്ങൾ പറയൂ. ഇല്ലെങ്കിൽ എന്താ ഇല്ലാതെ? പറയൂ ഗൈസ്, പറയൂ. നമുക്ക് സ്പേസ് കുറവാണ് ഗൈസ്. എന്നാലും നമുക്ക് ഇങ്ങോട്ടൊന്ന് ക്രൗച്ച് ചെയ്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് മണ്ടയ്ക്ക് വെച്ചാൽ നമുക്ക് മണ്ടയ്ക്കത്ത് തുറക്കാൻ പറ്റത്തില്ല. പറ്റത്തില്ല. അത് പറ്റത്തില്ല. എന്തുകൊണ്ടത് പറ്റത്തില്ല? അതാണ് എൻ്റെ ചോദ്യം. എന്തുകൊണ്ടത് പറ്റത്തില്ല? അടിയിൽ വെക്കാനും പറ്റത്തില്ല. നമുക്കിതെല്ലാം പൊട്ടിച്ച് മാറ്റിയേക്കാം. നമുക്ക് അണ്ടർഗ്രൗണ്ട് ബേസ് പണിയാം ഗൈസ്. അപ്പം ഞാൻ അണ്ടർഗ്രൗണ്ട് ബേസ് ഒന്ന് കുഴിച്ചിട്ട് വരാം ഗൈസ്. അത് ഞാൻ നിങ്ങളെ കാണിച്ച് വെറുതെ ബോറടിപ്പിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ജസ്റ്റ് ഞാൻ കുഴിച്ചിട്ട് ഉണ്ടാക്കി നിങ്ങൾ കാണിക്കത്തില്ല. കുഴിച്ചിട്ട് കാണിക്കാം. നമുക്ക് കുറച്ച് അതിന് വെക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സ്റ്റോൺ വേണം. കാരണം നമുക്കത് മറ്റേ സ്റ്റോൺ ബ്രിക്സ് ആക്കിയിട്ട് നമുക്ക് അകത്ത് വെക്കാം. അപ്പം കാണാൻ നല്ല ചന്തം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉറങ്ങാൻ എന്താ പറ്റാത്തത്? എന്തുകൊണ്ട് പറ്റുന്നില്ല ഉറങ്ങാൻ എന്തുകൊണ്ട് പറ്റത്തില്ല? ഇത്രയും നാളായിട്ട് എൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്ക് കിട്ടിയ അത്രയും വ്യൂസ് ഒരു വീഡിയോയ്ക്കും കിട്ടിയിട്ടില്ല. അത് ഇപ്പോഴും എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ ഞാൻ ആദ്യം ഇട്ട വീഡിയോയ്ക്ക് കിട്ടിയ റെസ്പോൺസ് വേറെ ഒരു വീഡിയോയ്ക്കും കിട്ടിയിട്ടില്ല. നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. എനിക്കറിയത്തില്ല ഷോർട്ട് വീഡിയോ എന്തോ ഇടുമെന്ന്.
ഈ ഗെയിമിൻ്റെ പാർട്ടായിട്ട് അത് മറ്റേ എല്ലാം ഇങ്ങനെ ജസ്റ്റ് ഫൺ ഗെയിംസില്ലേ, മറ്റേ ഒരു പട്ടിയെ ഇങ്ങനെ തേനീച്ച് കൂട്ടാൻ പോകുന്നത് കൂട്ടിട്ട്. പക്ഷെ അങ്ങനത്തെ ഷോർട്ട് വീഡിയോ ഇടണം, എനിക്കറിയത്തില്ല ഗൈസ് എന്തോ ഇടുമെന്ന്. അതാ ഗൈസ് നമ്മൾ ഷോർട്ട് വീഡിയോസ് അത് ഇടാത്ത. ഞാൻ പിന്നെ ഫ്രീ ഫയർ ഞാൻ ഡിലീറ്റ് ചെയ്തതിന് ഗൈസ്, ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ കയറ്റാം. നിങ്ങൾക്ക് വേണ്ടി ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി മാത്രം. അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെന്തുവാ നമ്മൾ സ്റ്റോണൊക്കെ മൈൻഡ് ചെയ്തുകൊണ്ട് വന്നു. യെസ് നമ്മൾ സ്റ്റോൺ മൈൻഡ് ചെയ്തോട്ട് വന്നില്ല യെസ് ഞാൻ സ്ക്രീനിലോട്ട് കുറച്ച് നേരം നോക്കിയില്ല യെസ്. എന്തായാലും ഇത് ഞാൻ കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല സ്പോട്ട് കേസ്. ഞാൻ നേരത്തെ ഈ റെക്കോർഡായി നിന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മുമ്പ് അങ്ങനെ പറഞ്ഞു ഞാൻ 5 മിനിറ്റ് ഞാൻ സ്ക്രീനിലോട്ട് നോക്കിയില്ല കേസ്. എന്തായാലും അത് ഞാൻ നിങ്ങളെ പിന്നെ കാണിക്കാം കേസ്. എന്തായാലും നമ്മൾ അത്യാവശ്യം വലിയൊരു മുറി തന്നെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേസ്. ഹൈറ്റ് കൂടിപ്പോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഹൈറ്റ് കൂടിപ്പോയി കാണത്തില്ല. ഹൈറ്റ് കൂടിപ്പോയെങ്കിൽ നമ്മൾ 2 കമ്പാർട്ട്മെൻ്റ് ആക്കും, മേളിലും താഴെ. പിന്നെ ഈ ആക്ഷൻ പിടിച്ചുകൊണ്ട് ഓടിയ ഭയങ്കര തലവേദനയാണ് നമുക്കകത്ത്. ഞാൻ എൻ്റെ കുറച്ച് പേടെ പറഞ്ഞ ഞാൻ സ്ക്രീനിലോട്ട് നോക്കില്ല ഇപ്പോഴാണ് സ്റ്റോൺ മൈൻ ചെയ്യാൻ പോകുന്നേ. 5 മിനിറ്റ് സ്ക്രീനിലോട്ട് നോക്കിയില്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ ഈ വാണ്ടറിങ് ട്രേഡർ പോഷൻ ഉണ്ടല്ലോ, പോഷൻ ഓഫ് ഇൻവിസിബിലിറ്റിയാണ് അത് നല്ലൊരു ഓഫറായിരുന്നു. പിന്നെ നമ്മുടെ എമറാൾഡ് ഇല്ലാത്തതുകൊണ്ട് വിട്ടേക്കുന്നു. അപ്പോൾ പോഷൻ ഓഫ് ഇൻവിസിബിലിറ്റി അത് 8 മിനിറ്റത്തേക്കുള്ള അത് അടിപൊളിയായിരുന്നു. പക്ഷേ എന്തോ ചെയ്യാനത് പോട്ടെ. എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങളത് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. വെറുതെ എന്തിനാണ് നിങ്ങൾ ബോറടിക്കുന്നത്? നിങ്ങൾ ബോറടിക്കുന്നത് എനിക്കിഷ്ടമില്ല പ്ലീസ്. നിങ്ങൾ ബോറടിച്ചിരിക്കുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് മാത്രം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. വീഡിയോ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം ഗൈസ്. വീഡിയോ നമുക്ക് കുറച്ച് നേരെ കട്ട് ചെയ്ത് കളഞ്ഞേക്കാം ഗൈസ്. കുറച്ച് ഇപ്പം ഞാൻ കട്ട് ചെയ്യാൻ മറന്നു. ഈ സ്പെഷ്യൽ ഞാൻ കട്ട് ചെയ്യാൻ മറന്നു പോയായിരുന്നു. അപ്പം നിങ്ങൾ സ്റ്റോൺ മൈൻ ചെയ്യുന്നത് ഇവിടെ കണ്ടോ ഗൈസ്. ഞാൻ കുറച്ച് നേരം മിണ്ടാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വല്ല മ്യൂസിക്കോ വല്ലതും ഇടാം. കോപ്പി റൈറ്റ് ഇല്ലാത്ത മ്യൂസിക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഷോർട്ട് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഗൈസ്. അപ്പോൾ നമുക്ക് ഷോർട്ട് വീഡിയോയുടെ കാര്യം പറയാം. നമ്മൾ ഷോർട്ട്സ് ഇടാത്ത എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ ഇടുമെന്ന് അറിയത്തില്ല ഗൈസ്. ഈ മൈൻക്രാഫ്റ്റിൻ്റെ തന്നെ ഇടണോ അതോ വേറെ എന്തെങ്കിലും മറ്റേ ലുട്ടാപ്പി ഗെയിംസൊക്കെ ഇല്ലേ, അതായത് പിന്നെ മറ്റേ പട്ടിയെ ഇങ്ങനെ തേനീച്ച കുത്താൻ കഴിയുമ്പോൾ നമ്മളിങ്ങനെ വരച്ച് പട്ടിയെ പിന്നെ നമ്മുടെ ബുദ്ധിശക്തിയൊക്കെ തെളിയിക്കത്തില്ല ഗൈസ്. ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് തരും, നമ്മൾ വായിച്ച് നോക്കിയിട്ട് നമ്മളെന്തോ അത് ശരിയാക്കണ്ടേന്ന് പറഞ്ഞാൽ അത് പോകുന്നു. അതാണോ എൻ്റെ അതോ ഇങ്ങനെ ഡ്രോയിങ് ആണോ വേണ്ടേ? അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഡ്രോയിങ് എന്ന് ഉദ്ദേശിച്ച് ഡ്രോയിങ് മനസ്സിലായല്ലോ ഗൈസ്. നമ്മളിങ്ങനെ ഓരോ ടാസ്ക് ആയിരുന്നു നമ്മളത് ഇങ്ങനെ വരച്ച് നിരീക്ഷിക്കുന്നത്. അങ്ങനത്തെ ആണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ വേറെന്തുവാ, അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. മാത്രമല്ല അത്രയൊക്കെ ഉള്ളൂ.
അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഏകദേശം നമുക്ക് വേണ്ടത്രയും സ്റ്റോൺ ബ്ലോക്ക് ആയി ഗൈസ്. നമുക്കിനി ഇത് സ്മെൽറ്റ് ചെയ്യാം. സ്മെൽറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. നമുക്ക് എല്ലാത്തിനകത്തോട്ടും പപ്പാതി വെച്ച് പപ്പാതി നമ്മളെല്ലാത്തിനകത്തോട്ടും പപ്പാതി വെച്ചിടുവാണ് ഗൈസ്. മൂക്കടഞ്ഞിരിക്കുകയാണ് ഗൈസ്. അതോടെ നമ്മൾ പപ്പാതി വെച്ച് ഇടുകയാണ് ഗൈസ്. കോളും പപ്പാതി വെച്ചിട്ടാണ് ഗൈസ്. പപ്പാതി വെച്ച് കോളും നമ്മൾ പപ്പാതി വെച്ചിട്ടു. ഇട്ടുമല്ല ഇടുക. നമുക്കിത് പപ്പാതി നമുക്ക് 6 ഫർണസിലുമായിട്ട് ഇച്ചിരി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ ഷോർട്ട് വീഡിയോ എന്തോ ചെയ്യണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങളിപ്പോൾ അങ്ങനെ കമൻറ്റ് ഒന്നും ചെയ്യുന്നില്ല ഗൈസ്. ആകെ ഒരു ബ്രോ ഫസ്റ്റ് വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ കാണുന്നതല്ലേ ഗൈസ്, അങ്ങ് കമൻറ്റ് ചെയ്ത് വിട്ടേക്കണം ഗൈസ്. നിങ്ങൾക്കതിൽ നിന്ന് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടാവാൻ ഇല്ലല്ലോ ഗൈസ്. നമുക്ക് അവിടെ ഗ്ലാസ് വെക്കാറുണ്ട് ഗൈസ്. അയ്യോ, ക്രാഫ്റ്റിംഗ് ടേബിൾ പറഞ്ഞാൽ നമ്മുടെ കയ്യിലായിരുന്നു ഗൈസ്. അപ്പം എനിക്ക് എഡിറ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല ഗൈസ്. അതായത് ഇരുന്ന് ബോറടിക്കും ഗൈസ്. നമ്മൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ഗൈസ്, ഡയറക്റ്റ് നമ്മൾ ഗെയിം കളിക്കുമ്പോഴേ അങ്ങ് വോയിസ് കൊടുത്താലോ എന്ന്. അതാകുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ വൈബടിച്ച് അങ്ങ് പറഞ്ഞ് പോവാം. ഇതെന്തുവാ ഇതങ്ങ് എഡിറ്റിങ് ഭയങ്കര ബോറാണ് ഗൈസ്. പക്ഷെ നമുക്ക് എഡിറ്റ് ചെയ്യാതെ വീഡിയോ ഇടാൻ പറ്റുമോ? എഡിറ്റിങ് പിന്നെ സീനില്ല ഗൈസ്. ഈ വോയിസ് ഓവർ ഈ അരമണിക്കൂറൊക്കെ വോയിസ് ഓവർ ചെയ്യുന്ന ഗൈസ് ടാസ്ക്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇതെന്തോ ഗൈസ്, നമുക്ക് 2 വില്ലേജറിനെ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒരു കേവ് ഉണ്ട് ഗൈസ്. എന്തോ കേവാ അത് എനിക്കറിയത്തില്ല ഗൈസ്. ഗൈസ് അതിൽ ഗൈസ് ഇവരിപ്പോൾ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് തുരന്ന് പോകാൻ നേരത്തെ ഒരു ക്രീപ്പർ ചാടി വരണം. നിങ്ങളത് ആലോചിച്ചാൽ കേസ് തിരിഞ്ഞ് ഓടാനും പറ്റത്തില്ല. ഡാർക്ക് ഗൈസ് നമുക്ക് കുറേ ഫ്ലിൻറ്റ് കിട്ടുന്നുണ്ട് ഗൈസ്. ശരിയൊക്കെ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമുക്ക് അപ്പോഴത്തേക്ക് 2 വില്ലേജർ നമുക്ക് പിടിച്ചുകൊണ്ട് വന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഡേർട്ട് കൊട്ടാരത്തി അതുങ്ങളെ കിടത്തി നമുക്ക് നാളെ ബ്രെഡ് ഉണ്ടാക്കാം ഗൈസ്. കയറൂ വില്ലേജർ കയറൂ. വില്ലേജർ കയറി വില്ലേജർ കയറി. നമുക്കിതിങ്ങനെ പതുക്കെ അങ്ങോട്ട് പോകാം ഗൈസ്. നമുക്ക് ഒരു വെടിക്ക് 2 പക്ഷേ ഗൈസ്. സാധാരണ നമ്മുടെ ഇതിൻ്റെ പുറകിന് മാനത്തൊന്നും അതിന് കയറാൻ പറ്റത്തില്ല കേസ്. സോടി വന്ന് കയറി കേസ്. അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് നല്ല പതുക്കെ വലിച്ചുകൊണ്ട് അങ്ങ് പോകാം കേസ്. വലിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിലോട്ട് തന്നെയല്ലേ പോകുന്നത്. അത് ചെറിയൊരു ടാസ്ക്കാണ് കേസ്. നമ്മുടെ വീട്ടിലോട്ട് തന്നെയല്ലേ പോകുന്നത്. നമ്മുടെ വീട്ടിൽ വഴിയിലോട്ട് ഞാൻ തോന്നുന്നു കേസ്. ഇങ്ങനെ ഒന്നുകൂടെ ചടിക്കോ ഇങ്ങനെ വന്ന്
ഇങ്ങോട്ട് ചാട്. സോറി. ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ ബ്ലോക്ക് വെച്ച് ഇങ്ങനെ വെച്ച് ഗസ് ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ചിലയിടത്തൊക്കെ ഉണ്ട് ഫുള്ള് മലയെന്ന് പറഞ്ഞാൽ അങ്ങ് മറ്റേ ഇങ്ങനെ ഗ്യാപ്പ് ഒരു ബ്ലോക്ക് ഹൈറ്റ് ആക്കിയിട്ട് അങ്ങനെ മൊത്തം പ്രാന്ത് പിടിക്കും കേസ്. ഇത് വലിയ സീനില്ല കേസ്. ആരോ അയ്യോ ഇപ്പോൾ ഹൊയ്യേ ആയേനെ. ഇങ്ങ് വാ യെസ്. ഞാനത് തരിച്ചു പോയി യെസ്. ഇപ്പം ഞാൻ ഇങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ആ വലിയ ഫീൽ കിട്ടത്തില്ല. എനിക്ക് റിയൽ ലൈഫിൽ അങ്ങോട്ട് കളിച്ചുകൊണ്ടിരിക്കുക ഒന്ന് കിടുങ്ങി യെസ്. നമുക്ക് ഇങ്ങോട്ട് വന്ന് ഇതിന് നമുക്ക് ഇതിനകത്ത് അടച്ചിടാമല്ലോ. അടഞ്ഞു കിടക്കത്തില്ല നീ അപ്പം. നമുക്ക് ഒരു ബ്ലോക്ക് ഇങ്ങനെ വിട്ടിടക്കാം. എങ്ങാനും സോംബി ബ്ലോക്കിൻ്റെ ഇടയ്ക്ക് കൊടുക്കാണോ അടിച്ചാലോ. ഇതിനകത്ത് ലൈറ്റ് ഉണ്ടെന്ന് നിങ്ങൾ നമ്മൾ ഉറപ്പിക്കുക. അയ്യോ ഗൈസ്, ഞാൻ റിയൽ ലൈഫിൽ ഞാൻ റെക്കോർഡ് ചെയ്യാൻ നേരത്താണ് ഗൈസ് ആലോചിച്ചത്. നമ്മൾ ഇത് ലൈറ്റ് ചെയ്തായിരുന്നു. അയ്യോ ഗൈസ്, നമ്മൾ അയ്യോ നമ്മൾ റിയൽ ലൈഫ് വെച്ച് ചെയ്തായിരുന്നു. അയ്യോ എന്തായാലും നമുക്ക് ഇനിയും വില്ലേജർ ഉണ്ട്, നമുക്കത് സെറ്റ് ചെയ്യാം. എന്തായാലും ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞൊന്ന് പോയി നോക്കുന്നുണ്ട്. ഓക്കായിരിക്കും, നമുക്ക് പറ്റത്തില്ലല്ലോ. അയ്യോ പിന്നെ ഇത്രയേ ഉള്ളൂ. നമുക്കിനി കുറച്ച് മറ്റേ ആനിമൽസിനെ അങ്ങോട്ട് നമുക്ക് ഇതിനകത്ത് പിടിച്ചിട്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അപ്പം പിന്നെ എന്തൊക്കെയുണ്ട്? ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഇത്രയും ദൂരെ വരുന്ന കാരണം അപ്പോഴെങ്ങാനും ഡിസ്റ്റൻസ് കുറയുവാണെങ്കിൽ അങ്ങ് കുറയട്ടെന്ന്. ഡിസ്റ്റൻസ് കുറയുമ്പം അവിടെ എല്ലാം സ്പോൺ ആവുന്നെങ്കിൽ സ്പോൺ ആവട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും ദൂരം പോയിട്ട് തിരിച്ചോടി വരുന്നേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര
ഇതപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അടുത്ത ദിവസം നമ്മൾ വില്ലേജർ ബ്രീഡറാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ വീഡിയോ കാണാൻ വരണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ടാറ്റ ബൈ ബൈ.